ഞാൻ ഡോക്ടർ മനോജ് ത്രിവിക്രമൻ വെള്ളയമ്പലത്തുള്ള ക്ലിയർ ക്ലിനിക്കിലെ ENT കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട്. കുട്ടികൾക്കെല്ലാം കളിപ്പാട്ടങ്ങൾ വളരെ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ്. അതായത് ഈ കാറ്, മൂവ് ചെയ്യുന്ന കാറ്, അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന പാവകൾ. ഇതൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ബാറ്ററിയാണ്. ചെറിയ റൗണ്ടായിട്ടുള്ള ബാറ്ററി ഈ കളിപ്പാട്ടത്തിൻ്റെ അകത്ത് കാണും. പക്ഷേ ഇതിനകത്തുള്ളൊരു കുഴപ്പം, നമ്മളിപ്പോൾ ഈ കളിപ്പാട്ടം വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ ബോർഡിനകത്ത് ഇതിന് എഴുതിയിരിക്കും സ്യൂട്ടബിൾ ഫോർ ഏജസ് ബിറ്റ്വീൻ 3 and 5, അല്ലെങ്കിൽ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഏജസ് ബിലോ 8. നമ്മൾ ഈ കളിപ്പാട്ടങ്ങൾ മേടിക്കുമ്പോൾ ഇത് വളരെ നന്നായിട്ട് സൂക്ഷിക്കണം. അതനുസരിച്ച് മാത്രമേ ആ വയസ്സുള്ള കുട്ടികൾക്ക് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതെന്തെന്ന് പറയുന്നാൽ ചോക്കിംഗ് ഹസാർഡ്സ്. അതായത് ഈ കളിപ്പാട്ടത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിൽ പോയി തടസ്സം ഉണ്ടാക്കി അത് ചിലപ്പം വളരെ ഫുൾ തടസ്സമാണെങ്കിൽ മരണം വരെ സംഭവിക്കാം. അങ്ങനെ വരാതിരിക്കാനാണ് ഈ ചോക്കിംഗ് ഹസാർഡ്സ് ആൻഡ് ദ ഏജ് ഗ്രൂപ്പ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ഇതൊക്കെ അല്ലാതെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ആധുനിക കളിപ്പാട്ടങ്ങളിൽ മുഴുവൻ ഇതെല്ലാം മെക്കനൈസ്ഡാണ്. അത് തന്നെത്താൻ ഓടും, തന്നെത്താൻ ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഇത് ബട്ടൺ സെൽ ബാറ്ററി, ചെറിയ ബാറ്ററിയുടെ ഉപയോഗം കൊണ്ടാണ്. ഇത് ചെറിയ ബട്ടൺ, ഒരു കോയിൻ പോലെ ഇരിക്കുന്ന ലിഥിയം ബാറ്ററിയാണ് ഇതിനകത്ത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ലിഥിയം ബാറ്ററി എന്ന് പറയുന്നത് ഒരു വളരെ അപകടകാരിയായ ഒരു കാര്യമാണ്. അത് ഇതിനകത്ത് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ കയ്യിലിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊരു ടെൻഡൻസി ഉണ്ട്, എന്ത് കയ്യിലുണ്ടെങ്കിലും അതിനൊന്ന് വായിൽ വെച്ച് നോക്കുക. ഇങ്ങനെ വായിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബാറ്ററി ഇറങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബാറ്ററിക്കകത്ത് കെമിക്കൽസ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഇറങ്ങിപ്പോയി നമ്മുടെ അന്നനാളം, ശ്വാസകോശം, വളരെ അപൂർവമായിട്ട് അന്നനാളം, നമ്മുടെ ഫുഡ് പോകുന്ന പാസേജ് വളരെ അപൂർവമായിട്ട് ട്രക്കിയ, അതായത് നമ്മുടെ ബ്രീത്തിങ്ങിന് ഉപയോഗിക്കുന്ന എയർ പോകുന്ന ഈ ഭാഗങ്ങളിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ അപകടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്ന് പറയുന്നത്, ഈ ബാറ്ററി കെമിക്കൽസ് ഉണ്ട്. അത് നമ്മുടെ നനവ്, നമ്മുടെ സലൈവ, നമ്മുടെ ജ്യൂസ്, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പം ഈ ആസിഡ്സ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ കെമിക്കൽസ്, ആസിഡ് അല്ല, ഇറ്റ്സ് ആൽക്കലൈൻ, ഇറ്റ് ക്യാൻ ബി റിലീസ്ഡ്. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്നത് അത് അവിടുത്തെ ലോക്കലായിട്ട് ഡാമേജ് ഉണ്ടാക്കും. ഈ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ സിവിയറായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും. സാധാരണ ഈ കുട്ടികൾ വിഴുങ്ങുമ്പോഴത്തേക്ക് ഈ ഈസോഫാഗസ് ഇത് പോയി നിൽക്കുന്നത് ഈസോഫാഗസിലാണ്. ഈ ഈസോഫാഗസിൽ നിൽക്കുമ്പം ഈസോഫാഗസിൽ ഓൾറെഡി ഇറ്റ്സ് എ വെറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ അവിടുന്ന് ഈ ബാറ്ററി ലീക്ക് ചെയ്തിട്ട് അതിനെ ഡാമേജ് ഉണ്ടാക്കും. മെഡിക്കൽ സ്റ്റഡി പറയുന്നത് 2 മണിക്കൂർ നേരം നമ്മുടെ ഈസോഫാഗസിലോ ട്രക്കിയയിലോ ഈ ബാറ്ററി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഡാമേജ് ഉണ്ടാക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഒരു കോയിനോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ മാറ്റേണ്ടതാണ്. ഈ ഡാമേജ് ഉണ്ടാക്കുന്നതിന് ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇത് അപ്പോൾ ഉണ്ടാക്കുന്ന ഡാമേജും നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും അതിന് അവിടെ ഇരുന്ന് ഡാമേജ് ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരു കെമിക്കൽസാണ് ഇതിനകത്തുള്ളത്. അതായത് 48 ദിവസം വരെ ഇതിൻ്റെ ഡാമേജ് പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അത് സ്റ്റഡി പറയുന്നത് മെജോറിറ്റി ഓഫ് ദ കോംപ്ലിക്കേഷൻസ് നമ്മൾ അപ്പം കണ്ടില്ലെങ്കിലും 48 ദിവസം കഴിഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് എങ്ങനെ നമുക്ക് സംശയം വരുമോ എന്ന് വെച്ചാൽ, സാധാരണ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഇതുപോലത്തെ ഒരു കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അത് തുറക്കാൻ നോക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുട്ടി നമ്മുടെ അടുത്ത് ഓടി വന്നിട്ട് തൊണ്ടയിൽ വേദന, അല്ലെങ്കിൽ ശ്വാസമുട്ട്, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വോമിറ്റിംഗ്, ഛർദിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വരാം.
ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ബാറ്ററി ഉള്ളിൽ ചെന്ന് കാണും എന്ന് സംശയിക്കണം. ഇത് ചിലപ്പോൾ കുട്ടി പറയും ഞാൻ ബാറ്ററി വിഴുങ്ങിയെന്ന് പറയും, ചിലപ്പോൾ കുട്ടി പറയും ഞാൻ കോയിൻ വിഴുങ്ങിയെന്ന് പറയും. സാധാരണ പൈസ ഇത് നമ്മുടെ ബാറ്ററിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ കോയിൻ 50 പൈസ അങ്ങനത്തെ കോയിനുകൾ 10 രൂപ ഇപ്പോൾ എല്ലാത്തിനും കോയിനുണ്ട്. ഈ കോയിനും ബാറ്ററിയും ഒക്കെ ഏകദേശമൊക്കെ ഒരേ സൈസാണ്. അപ്പോൾ ഇത് വിഴുങ്ങിക്കഴിഞ്ഞാൽ കോയിനാണോ അതോ ബാറ്ററി ആണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടും. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഒരു കോയിനാണെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നും ചെയ്യില്ല. അതവിടെ കുറേ നേരം ഇരുന്നാലും കുഴപ്പമില്ല, പിന്നെ മാറ്റിയാൽ മതി. അതേസമയം ബാറ്ററി അങ്ങനെയല്ല, അത് ഉടൻ മാറ്റേണ്ടതാണ്. ഇനി ഇതിൻ്റെ എന്താണ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് സമയം. 2 മണിക്കൂറിനകം ബാറ്ററി മാറ്റണം. അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ എന്തായാലും ഒരു സംശയം വേണം, ഇത് ബാറ്ററി ആകാം എന്നുള്ളൊരു സംശയം വേണം. അതുകൊണ്ട് കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്രയും വേഗം എത്തിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എത്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനിടയ്ക്കെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചില ഗൈഡ് ലൈൻസ് ഉണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അതായത് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുക്കാം. പല കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നത്, ഇപ്പോൾ കൊച്ച് വിഴുങ്ങി 10 പൈസ വിഴുങ്ങി അല്ലെങ്കിൽ ബാറ്ററി വിഴുങ്ങി എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യുന്നത് അമ്മമാരും അച്ഛന്മാരും ചെയ്യുന്നത് വിരലിട്ട് വായിലിട്ട് അത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ ഇതൊരു വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോവും, അത് വിരലിട്ട് വരത്തില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് കുട്ടിക്ക് ചിലപ്പോൾ ഓക്കാനും വരും, ഛർദ്ദിക്കും. ഇത് ബാറ്ററിയെ വെളിയിൽ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇങ്ങനെയുള്ളപ്പോഴത്തേക്ക് ആ റച്ചിങ് ഇങ്ങനെയുള്ളത് വരുമ്പോഴത്തേക്ക് ഈ ബാറ്ററി ഇരിക്കുന്നിടത്ത് ഡാമേജ് കൂടാനുള്ള ചാൻസാണ് കൂടുതൽ. അതുപോലെ ബാറ്ററി അവിടുന്ന് മാറി വേറൊരിടത്ത് ചെന്നിട്ട് അവിടെയും ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള അതായത് ഫിംഗർ ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ് ഇത് പാടില്ല. വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെയുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യം, ഈ ബാറ്ററി അവിടെ ഇരുന്ന കെമിക്കൽസ് നമ്മുടെ ഈസോഫേഗസിലെ ഇതുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിട്ട് കെമിക്കൽസ് റിലീസ് ചെയ്ത് അവിടെ ഡാമേജ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നതിനെ നമുക്ക് കുറയ്ക്കാൻ എങ്ങനെ പറ്റും എന്ന് നോക്കാം. ഇത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ വീട്ടിലുള്ള ഹണി. ഈ ഹണിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഹണി ചില ഹണിയുണ്ട്, അതായത് ഒരു പൂവിൽ നിന്ന് മാത്രം എടുക്കുന്ന ഹണി, അത് പർട്ടിക്കുലറായിട്ട് കാണും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പൂവിൽ നിന്ന് എടുക്കുന്ന ഹണി. ഒരു പൂവിൽ നിന്ന് എടുക്കുന്ന ഹണി ഇതിന് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. ഇത് മൾട്ടിപ്പിൾ സോഴ്സ്, അത് കൊമേഴ്ഷ്യലായിട്ട് കിട്ടുന്ന മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഹണിയാണ് ഇതിന് നല്ലത്. ഈ ഹണി കൊടുക്കണം. ഹണി എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു 6 ഡോസ് കൊടുക്കണം. 6 ഡോസ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഇൻ്റർവെല്ലിൽ 2 ടീസ്പൂൺ. ആദ്യം അതായത് 2 ടീസ്പൂൺ കഴിഞ്ഞാൽ ഏകദേശം 10 ml ആണ്. ആദ്യം ഒരു 10 ml കൊടുക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും 2 ടീസ്പൂൺ 10 ml ഹണി കൊടുക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 10 മിനിറ്റ് ഇടവിട്ട് 6 ഡോസ്, അതായത് ടോട്ടൽ 60 ml ഹണി ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മളൊരു ആശുപത്രിയിലെത്തിയാൽ ഇത് നമ്മൾ സ്കോപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും. അനസ്തീഷ്യ കൊടുത്ത് സ്കോപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും. ഈ സ്കോപ്പ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം അവിടുത്തെ ഡോക്ടർ പറയുന്നത്, വെറും വയറ്റിലാണ് നമ്മൾ അനസ്തീഷ്യ കൊടുക്കേണ്ടത്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അനസ്തീഷ്യ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ജനറലായിട്ടുള്ള ടേം. അപ്പോൾ ഇങ്ങനെ ഹണി കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ എംപ്റ്റി സ്റ്റമക്ക് അല്ല, കുട്ടി അവിടെ ചെല്ലുമ്പോൾ എംപ്റ്റി സ്റ്റമക്ക് അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഡാമേജ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഹണി കൊടുക്കുന്നതാണ് നമ്മളെപ്പോഴും റിസ്ക്കും ബെനിഫിറ്റും വെയ് ചെയ്തിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹണി കൊടുക്കുന്നതാണ് നല്ലതെന്നാണ്. ഹണി കൊടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ കെമിക്കൽ റിലീസിനെ തടയാനല്ല, അതിനെ കോട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ അവയവങ്ങളിലോട്ട് ഡാമേജ് ഉണ്ടാകാതിരിക്കാനാണ്. അപ്പം അത് ഹണി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഹണി അല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതായത് വെള്ളം കൊടുക്കുകയോ ആഹാരം കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം അത് നമ്മളൊരു അനസ്തീഷ്യ കൊടുത്ത് ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റർഫിയർ ചെയ്യും. പിന്നെയുള്ളത് കാര്യം, ഒരു 12 റൂൾ ഓഫ് 12 എന്ന് പറയുന്നുണ്ട്. അതായത് 12 മാസം
മാസത്തിൽ കൂടുതലുള്ള കുട്ടികൾക്കാണ് ഹണി കൊടുക്കേണ്ടത്. 12 മാസം അതായത് 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഹണി ചിലപ്പം ഡേഞ്ചറസ് ആകാം. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഹണി ഇല്ലെങ്കിൽ ഏറ്റവും വേറൊരു ബെസ്റ്റായിട്ടുള്ള കാര്യം, അത് സുക്രാൽഫേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, അത് കൊടുക്കാം. അതും ഇതുപോലെ കോട്ട് ചെയ്യുന്നതാണ്. ഈ ഗ്യാസിനും മറ്റേ ഗ്യാസ്ട്രൈറ്റിസിനും ഒക്കെ കഴിക്കുന്ന ഒരു മരുന്നാണ് സുക്രാൽഫേറ്റ്. സുക്രാൽഫേറ്റ് ആണെങ്കിൽ 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കൂടെ കൊടുക്കാം. ഈ സുക്രാൽഫേറ്റും ഹണിയും 12 മാസം അതായത് 1 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക്, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സുക്രാൽഫേറ്റ് കൊടുക്കുന്നത്. അതിൽ കൂടുതലുള്ളവർക്ക് ഹണിയോ സുക്രാൽഫേറ്റോ കൊടുക്കാം. ഇത് രണ്ടും ഏകദേശം ഒരേ എഫക്റ്റാണ്. സുക്രാൽഫേറ്റിന് കുറച്ചും കൂടെ ബെറ്റർ എഫക്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാ വീട്ടിലും ഇത് കാണാറില്ലല്ലോ. ഇനിയുള്ളത്, ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ കോയിനാകാം അല്ലെങ്കിൽ ഈ ബാറ്ററി ആകാം. ഈ കോയിൻ എന്ന് പറയുന്നത് ഒരു ഇത് രണ്ടും ഒരേപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, എക്സ്റേ നമ്മുടെ നെക്ക് ഫുൾ ഇൻക്ലൂഡ് ചെയ്യണം, ചെസ്റ്റ് വേണം, അതുപോലെ അബ്ഡോമൻ വേണം. ഇത് രണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്റേ ആണ് നല്ലത്. അതായത് ഒരു നെക്ക് എടുത്തിട്ട് ചെസ്റ്റ് എടുക്കുമ്പോൾ ഈ എക്സ്റേ ചെസ്റ്റിൻ്റെ താഴത്തെ ഭാഗവും എക്സ്റേ നെക്കിൻ്റെ താഴത്തെ ഭാഗവും എക്സ്റേ ചെസ്റ്റിൻ്റെ അപ്പർ ഭാഗവും നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ ഓവർലാപ്പ് ചെയ്തിരിക്കണം. കാര്യം ഇതിൻ്റെ കുറച്ച് താഴെയാണെങ്കിൽ ചിലപ്പോൾ ഇതിനിടയിലുള്ള ഒരു കോയിൻ മിസ് ചെയ്യാം. അപ്പോൾ അത് എടുക്കണം. ഇത് രണ്ടുമാണ് ആദ്യം എടുക്കേണ്ടത്. ഇതിൽ രണ്ടിലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അബ്ഡോമൻ വയറ്റിലെ എക്സ്റേയും കൂടെ എടുക്കണം. പിന്നെയുള്ളത് ഇതിൻ്റെ സൈസാണ്. പല സൈസിലുള്ളതുകൊണ്ട് 20 അപ്പോൾ 12 മില്ലിമീറ്റർ താഴെയുള്ള വരുന്ന ഈ കോയിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വിഴുങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 12 മില്ലിമീറ്റർ ഡയമീറ്ററിൽ കൂടുതലുള്ളത് തടസ്സം വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം അതിന് വലിപ്പം കൂടുതലാണ്. പിന്നെയുള്ളത്, നമ്മുടെ ഈ എൻ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നാരോ ആയിട്ടുള്ള കുറേ പാർട്ടുണ്ട്. അതിൽ ഏറ്റവും നാരോയസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് പോസ്റ്റ് ക്രിക്കോയിഡ് ഏരിയ. പോസ്റ്റ് ക്രിക്കോയിഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് ഈ ക്രിക്കോയിഡ് കാർട്ടിലേജ് ഉണ്ട്. ഈ ക്രിക്കോയിഡ് കാർട്ടിലേജിൻ്റെ പുറയിലുള്ള ഭാഗമാണ് പോസ്റ്റ് ക്രിക്കോയിഡ് ഏരിയ. ഇതിൻ്റെ ഒരു സാധാരണ ഒരു ഡിക്റ്റം എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് ക്രിക്കോയിഡ് ഏരിയയിൽ കൂടി ഒരു ഫോറിൻ ബോഡി പാസ് ചെയ്താൽ അത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കൂടെ പാസ് ചെയ്ത് വെളിയിൽ പോകും എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് വേറെ രണ്ടാമത്തെ നാരോയസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇലിയോസീക്കൽ ജംഗ്ഷനാണ്. ഇലിയോസീക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൻഡിക്സൊക്കെ സ്ഥിരമായ ആളുകൾക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ്. അവിടെ വരുന്ന ജംഗ്ഷനെയാണ് ഇലിയോസീക്കൽ ജംഗ്ഷൻ. അതായത് ഇവിടെ തടസ്സം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തടസ്സം വരാൻ പറ്റുന്നത് ഇലിയോസീക്കൽ ജംഗ്ഷൻ എന്ന ഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇമ്മീഡിയറ്റായിട്ട് അതിനെ എൻഡോസ്കോപ്പി ചെയ്ത്, ഞാൻ പറഞ്ഞു 2 മണിക്കൂറിൽ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ഈ ടിഷ്യൂ ഡാമേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 മണിക്കൂർ അതിനിടയ്ക്ക് തന്നെ ഇത് മാറ്റേണ്ടതാണ്. ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അനസ്തേഷ്യ കൊടുക്കുന്നത്, ഇപ്പോൾ ആഹാരം കഴിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കുന്ന ഒരാൾക്ക് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ മിക്ക എമർജൻസിയും ഈ ഒരു ടൈം പാസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഈ സ്കോപ്പി ചെയ്യാവൂ ആണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മാത്രം എത്ര വയറ് നിറഞ്ഞിരുന്നാലും നമ്മൾ അപ്പം തന്നെ ഇത് ആ റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമ്മൾ വകവയ്ക്കാതെ അപ്പം തന്നെ ഇതെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അവിടെ ഇരുന്നാൽ ഇതുണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അപ്പം തന്നെ മാറ്റാൻ ശ്രമിക്കണം. അത് ചില ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ചിലപ്പം അത് NPO അല്ല, നില്ലോ ഓറൽ അല്ല, അതുകൊണ്ട് ഉടൻ മാറ്റില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ അത് പ്രസക്തമല്ല. ഇത് നമ്മൾ സ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം, ഈ ബാറ്ററിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു പോസിറ്റീവ് ഭാഗവും ഒരു നെഗറ്റീവ് ഭാഗവും. ഈ നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത് കുറച്ച് തള്ളിയിരിക്കുന്ന ഒരു ചെറിയൊരു വട്ടം പോലെ ഇരിക്കും. അതിനെ
നമ്മൾ ആ ഭാഗം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ ഭാഗമാണ് ഇഞ്ചുറി ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആസിഡ് അവിടെ നിന്നാണ് ലീക്ക് ചെയ്യുന്നത്. അതായത് അത് ലീക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഈ സ്കോപ്പ് ചെയ്യുമ്പോൾ അത് ഏത് സൈഡിലോട്ടാണ് എന്നുള്ളത് നോക്കണം. അതിൻ്റെ കോൺടാക്റ്റുമായിട്ടുള്ളിടത്തായിരിക്കും മാക്സിമം ഡാമേജ് ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് ഈ കോയിനും ഈ ബാറ്ററിയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിനകത്തൊരു ഹാലോ എഫക്റ്റ്. കോയിനിൽ ഹാലോ എഫക്റ്റ് കാണില്ല, ബാറ്ററിയിൽ ഹാലോ എഫക്റ്റ് കാണും. അത് വളരെ സൂക്ഷിച്ച് നോക്കണം. ഹാലോ എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് അത് സൂക്ഷിച്ച് നോക്കണം. പിന്നെ എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് PA വ്യൂ അല്ലെങ്കിൽ ഈ ഇങ്ങനെ നിന്നിട്ടുള്ള വ്യൂ, പിന്നെ ലാറ്ററൽ വ്യൂ ഒരു സൈഡ് മാറിയിരുന്നിട്ടുള്ള ഒരു വലതോട്ടോ ഇടതോട്ടോ തിരിഞ്ഞിട്ടുള്ള ഒരു എക്സ്റേ എടുക്കണം. അങ്ങനെ ഒരു കോയിൻ്റെ വരുമ്പോൾ തന്നെ 2 എക്സ്റേ എടുക്കണം. ഈ 2 എക്സ്റേ എടുക്കുന്നത് ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ ഒരു നെക്കിലൊരു എക്സ്റേ കണ്ടു, അത് എക്സ്റേ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴാണ് ഫുൾ വട്ടത്തിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈസോഫാഗസിലാകാനുള്ള ചാൻസാണ് കൂടുതൽ. അതേസമയം അതായത് അന്നനാളത്തിൽ പോകുമ്പോഴത്തേക്ക് അത് അങ്ങനെയാണ് അന്നനാളത്തിൽ കൂടെ പോകുന്നത്. എന്നാൽ ഈ കഴുത്തിലെ തന്നെ ശ്വാസകോശത്തിൽ പോകുമ്പോഴും അത് ആൻഡ്രോ പോസ്റ്റീരിയർ, അതായത് ഇങ്ങനെയല്ല കിടക്കുന്നത്, ഇങ്ങനെ ആൻറ്റീരിയറായിട്ട്. അപ്പോൾ സൈഡിൽ നിന്ന് എടുക്കുമ്പോഴാണ് അത് കാണാൻ പറ്റുന്നത്. അത് തന്നെ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഇത് ഏത് ഭാഗത്താണ്, ശ്വാസതാളത്തിലാണോ അതോ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിലാണോ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഏത് ഫോറിൻ ബോഡി ആണെങ്കിലും ഈസോഫാഗസിൽ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ അത് എൻഡോസ്കോപ്പി ചെയ്ത് എടുക്കേണ്ടിയിരിക്കും. വേറൊരു കാര്യം, നമ്മൾ ഡോക്ടേഴ്സിന് പറ്റുന്ന ഒരു പ്രശ്നം, ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ എല്ലാം റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്കോപ്പ് ഇടുമ്പോഴത്തേക്ക് ഇത് റിലാക്സ്ഡ് ആയതുകൊണ്ട് ഇത് താഴോട്ട് പോയി ആമാശയത്തിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആമാശയത്തിൽ ചെന്നാലും ബാക്കിയുള്ള എല്ലാ ഫോറിൻ ബോഡീസും സാധാരണഗതിയിൽ ആമാശയത്തിൽ ചെന്നാൽ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദിവസം കൊണ്ട് അത് പാസ് ചെയ്ത് വെളിയിൽ പോകും എന്നുള്ളതാണ്. ഈ ബാറ്ററിയും അതുപോലെ പോകുമായിരിക്കും. പക്ഷേ ഈ ബാറ്ററി അവിടെ കിടന്ന് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ സ്റ്റമക്കിൽ ചെന്നാലും ബാക്കിയുള്ള ഫോറിൻ ബോഡിക്ക് യു ക്യാൻ വാച്ച് വെദർ ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓർ നോട്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർഫിയർ ചെയ്താൽ മതി. പക്ഷേ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നൗ ദ പ്രസൻറ്റ് ഗൈഡ് ലൈൻസ് ഈസ് യു ഹാവ് ടു റിമൂവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡാമേജിങ് ദ ടിഷ്യൂ ബൈ പ്രൊഡ്യൂസിങ് കെമിക്കൽസ്. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു ഡാമേജ് കണ്ടു, ആ ഡാമേജ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിക്കാം. പണ്ട് സാധാരണ എല്ലാവരും ചെയ്തിരിക്കുന്നത് നോർമൽ സലൈൻ, ഇതാണ് നമ്മൾ എല്ലാ വൂണ്ട് ക്ലീൻ ചെയ്യാനും എവിടെ മുറിവുണ്ടെങ്കിലും ചെയ്യുന്നത് നോർമൽ സലൈനാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ അളവിൻ്റെ ഉപ്പിന് അനുസരിച്ച് വളരെ ചെറിയ ഉപ്പുള്ള ഒരു സൊല്യൂഷനാണ് നോർമൽ സലൈൻ എന്ന് പറയുന്നത്, ഫിസിയോളജിക്കൽ സലൈൻ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കഴിയുന്നത്. പക്ഷേ ഇവിടെ മാത്രം ഇതല്ല ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഈ ബേൺ എന്ന് പറയുന്നത് അത് ആൽക്കലൈൻ ബേണാണ്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആസിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ വളരെ നേർത്ത അതിൻ്റെ സ്പെസിഫിക്കേഷനുണ്ട്. ആ നേർത്തിട്ടുള്ള അസറ്റിക് ആസിഡ് ആണ് സാധാരണ ഇത് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഒരു കുട്ടി ബാറ്ററി കൊണ്ട് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ചെവിയും മൂക്കും നോക്കേണ്ടതാണ്. ഡോക്ടർ ചെവിയും മൂക്കും കൂടെ നോക്കണം. കാര്യം ഇതിവിടെ പോയിട്ടില്ലെങ്കിലും വളരെ കൊച്ചുകുട്ടി ചിലപ്പം ചെവിയിലും മൂക്കിലും വെച്ചിരിക്കും. അപ്പോൾ ഈ വരുന്നൊരു കുട്ടിക്ക് ചെവിയിലും മൂക്കിലും ഫോറിൻ ബോഡി ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ഡിലൈഡായിട്ട് വരാം. അത് 2 മാസം കഴിഞ്ഞിട്ട് ഡെത്ത് ഉണ്ടായ കേസുകളുണ്ട്. അത് മിക്കവാറും ഉള്ളതൊക്കെ ഡിലൈഡായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അതായത് ഈ കെമിക്കലിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എടുത്തു കളഞ്ഞാലും അത് അവിടെ ഇരുന്ന് പിന്നെയും ഡാമേജ് ഉണ്ടാകാം. ഈ കോംപ്ലിക്കേഷൻസ് പറയുന്നത് ഈസോഫേജിയൽ പെർഫറേഷൻ, ചിലപ്പോൾ വോക്കൽ കോർഡ് പാരാലിസിസ്, ചിലപ്പോൾ ഉണ്ടാക്കുന്നത് അടുത്തുള്ള അയോർട്ട, നമ്മുടെ ഏറ്റവും വലിയ വെസൽ അതിൻ്റെ അടുത്താണ്,
അതിനെ ഇവിടുന്നുള്ള കെമിക്കൽ വന്ന് അത് ഡാമേജായി ഈ അയോർട്ടയും ഈസോഫാഗസും കൂടെ ഒരുമിച്ചായി രക്തം ഛർദ്ദിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരു CT സ്കാൻ എടുത്ത് ഇതിൻ്റെ ഈ തിക്നെസ് അറ്റ്ലീസ്റ്റ് 3 മില്ലിമീറ്ററെങ്കിലും തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എന്തെങ്കിലും പ്രശ്നം 3 മില്ലിമീറ്റർ തിക്നെസ്, അതായത് ഈ ഈസോഫാഗസും ഈ അയോർട്ടയായിട്ട് ഒരു 3 മില്ലിമീറ്റർ കട്ടിയുണ്ടെങ്കിൽ കട്ടി കുറവാണെങ്കിൽ അത് ആദ്യം തന്നെ കാർഡിയോ തൊറാസിക് സർജനെ കാണിച്ച് അവരുടെ അഭിപ്രായം തേടേണ്ടതാണ്.